SDPI എന്ന് പറഞ്ഞ് PF എന്ന ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖം UDFന് പിന്തുണ പരസ്യമായി നൽകുന്നു. 2 ദിവസം ആരും പ്രതികരിക്കാതിരിക്കുന്നു. അവർ തമ്മിൽ ചർച്ച ചെയ്തൊരു ഡീലുണ്ടാക്കുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് പരസ്യ പിന്തുണ ആവശ്യം വേണം തോന്നുന്നില്ല എന്നൊക്കെ ഒരു വശത്ത് പറയുന്നു. ഒപ്പം ഇവിടുത്തെ സിറ്റിംഗ് MPയും RSPയുടെ MPയുമായ UDFന്റെ സഖ്യകക്ഷിയായ അതിൻ്റെ MP അദ്ദേഹം പറയുന്നു ഞാൻ എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും, നമുക്കങ്ങനെ ഇന്ന ആൾ വേണ്ട ഞങ്ങൾ പറയത്തില്ല. പക്ഷെ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായി കഴിഞ്ഞു ആരാണ് വോട്ട് തരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അരിയും മലരും കുന്തിരിക്കവും മറ്റ് മതവിഭാഗങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ആ ഭീകര സംഘടനയെ കൂടെ നിർത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കപട മതേതര മുഖത്തെ അത് മനസ്സിലാക്കും ജനങ്ങൾ. അതിന് തക്കതായ മറുപടി പൊതുജനം ഏപ്രിൽ 26 കൊടുക്കുമെന്ന് സംശയിക്കേ വേണ്ട. വേറൊരു ഉദാഹരണം കൂടി പറയാം. കർണാടകത്തിൽ BJP മന്ത്രിസഭയെ മാറ്റി കോൺഗ്രസ് അവിടെ ഭരണത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിൽ തീവ്രവാദത്തിൻ്റെ വിത്തുപാകിയ മദനിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ SDPയുടെ പിന്തുണ വാങ്ങുകയാണെങ്കിൽ ഭാവിയിൽ PFIയുടെ ബാൻ റദ്ദാക്കി അവരെ തിരിച്ചു കൊണ്ടുവരികയും എല്ലാ നേതാക്കളെയും തിരിച്ച് ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വെൽഫെയർ SDPയുടെ പിന്തുണയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി. വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ എന്താണ് പ്രതികരണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വ്യക്തമാണ് തീവ്രവാദവുമായി ബന്ധമുള്ള ഒരു സംഘടനയാണെന്നുണ്ടെങ്കിൽ ആ ഏത് പാർട്ടി വാങ്ങിക്കുകയാണെങ്കിലും അത് തെറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ, വിശ്വസിക്കത്തുള്ളൂ. ഈ ഒരു അവസരത്തിൽ പ്രധാന പാർട്ടികൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് വളരെയധികം പ്രയത്നത്തിലാണ് നമ്മുടെ നാട്ടിൽ, അതായത് പ്രത്യേകിച്ച് കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം തീവ്രവാദ പ്രവർത്തനത്തിന് കടിഞ്ഞാണിട്ട് ഏറ്റവും ക്ലീനാക്കി എടുത്തിരിക്കുന്നു. അതായത് നിങ്ങളെല്ലാവരും കണ്ടു കാണും, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് കാശ്മീരിലെ ന്യൂനപക്ഷമായ ക്രിസ്തീയ സഹോദരങ്ങൾ ഈ ഈസ്റ്റർ ദിനത്തിൽ ഒരു സമാധാന റാലി കാശ്മീരിൽ നടത്തിയിരിക്കുന്നു, സമാധാന അന്തരീക്ഷത്തിൽ. അപ്പോൾ മനസ്സിലാക്കണം എത്ര തീവ്രവാദത്തിൽ നിന്ന് എത്ര മുക്തമായിരിക്കുന്നു കാശ്മീർ. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ തീവ്രവാദികൾക്ക് മറ്റൊരിടം തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും പ്രസ്താവനകളും ഒഴിവാക്കണം. എല്ലാ പാർട്ടികളും ഇത്തരത്തിലുള്ള സംഘടനകളെ മാറ്റി നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ദേശീയ പതാകയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ എല്ലാവരും ഒഴിവാക്കണം. ചിലപ്പോൾ പൂർണ്ണമായി ഇതൊരു തെറ്റായിട്ട് കാണാൻ പറ്റിച്ചാൽ അബദ്ധത്തിലൊരു പ്രവർത്തകൻ ചെയ്തതാണെങ്കിൽ തെറ്റില്ല. പക്ഷേ ഇത്തരം ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കേസ് കൊടുക്കണം. കേസ് കൊടുത്തിട്ട് ഇത്തരം തെറ്റുകൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കാനും പാർട്ടി നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിപ്പോൾ അവിടെ ചർച്ച നടക്കുന്നുണ്ട്. തീർച്ചയായും പരാതി കൊടുക്കണം. കാരണം എന്നാലേ നമുക്കറിയാൻ പറ്റൂ ഇത് മനഃപൂർവ്വമാണോ ചെയ്യുന്നത്. മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ താക്കീത് കൊടുക്കണം. അതിനൊരു പരാതി കൊടുക്കുക തന്നെ ചെയ്യും.